എന്തുകൊണ്ടായിരിക്കും ഈ അകലം ഈ രണ്ട് പാർട്ടികൾക്കുമിടയിൽ വിലയിരുത്തൽ? അല്ലെങ്കിൽ തോൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഇപ്പം മൈനോറിറ്റി ബെൽറ്റിൽ നിന്ന് ആകെ വോട്ട് നഷ്ടപ്പെട്ടൊന്ന് CPM കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു നടന്ന വർഗീയതയും ആ വെള്ളാപ്പള്ളിയെ പുൽകി നടന്ന CPIM-ഉമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും വെള്ളാപ്പള്ളിയെ വിടാൻ പറ്റുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളുടെ ഇമ്പാക്റ്റ് നേടിയത് മൊത്തം BJP ആണ് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും വെള്ളാപ്പള്ളിയെ വിടുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഞങ്ങളുടെ പോളിസി പാളിപ്പോയി എന്ന് സമ്മതിക്കാനുള്ള പെറ്റി ഈഗോയാണോ അതോ വേറെ വല്ല കാരണം ഉണ്ടാവുമോ? നിഷാദ്, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്ന നവോത്ഥാനപരമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുദേവന്റെ തന്നെ ഏറ്റവും ദർശനം പലമത സാരവും ഏകമെന്നു പാരാതുലകിൽ ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടാൽ അലയാതെ അറിഞ്ഞിടണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ നാമങ്ങളെയും അത് ദർശനങ്ങളെയും എല്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന ഒരാൾ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് ഇന്ന് ഈ കേരളമാകെ കാണുകയാണ്. നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും വർഗീയത പറയാനും അതിൻ്റെ നാവായി ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനത്തിൽ ഇരുന്ന് പറയുന്ന ഒരാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇനിയും ഭരിക്കാം, അടുത്ത ഈ വരുന്ന 3ാം ടേം മുഖ്യമന്ത്രിയാവാം എന്നുള്ള ഒരു വ്യാമോഹത്തിൻ്റെയും തെറ്റായ ചിന്തയുടെയും ധാരണയിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോയത് എന്നുള്ളത് നമ്മൾ കാണാണ്. അതിനുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈഴവ സമൂഹം ഉൾപ്പെടെ അതിശക്തമായ രൂപത്തിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇവർക്കെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നിലപാട് പറയേണ്ട ഒരു പാർട്ടിയാണ് CPI. പക്ഷേ CPI ആ വിഷയത്തിനകത്ത് നിലപാട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് തോന്നി അടിവേര് ഇളകിയിരിക്കുന്നു, തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നു, കാലിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം വന്ന അടിസ്ഥാനത്തിലാണ് ശ്രീ ബിനോയ് വിശ്വം അത്തരമൊരു പ്രസ്താവന നടത്തിയത്. കേരളത്തിനകത്ത് നമുക്കറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, ആ മലപ്പുറം ജില്ലയിലാണ് അവിടെ AP സ്മിജി എന്ന് പറയുന്ന ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പാർട്ടി ഒരു ദളിത് ആയ ഒരു സഹോദരിയെ അവിടെ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി അവിടെ അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗിനെതിരായി ഏത് രൂപത്തിലുള്ള കടന്നാക്രമണമാണ് പറഞ്ഞത്. ഇന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മലപ്പുറത്ത് എന്ത് തന്നില്ല, സ്കൂൾ തന്നില്ല, മലപ്പുറത്ത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഞങ്ങളെല്ലാം പിടിച്ചു വെച്ചു. അപ്പോൾ ചോദിച്ചു 10 വർഷമായില്ലേ, അല്ല അത് മുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാധ്യമങ്ങളുമായി കൊമ്പ് കോർക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാപനങ്ങൾ വന്നാൽ അവിടെയുള്ള SNDP സ്ഥാപനം വന്നാൽ അവിടെ എല്ലാവർക്കും പഠിക്കാമല്ലോ, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. പക്ഷെ കൊടുക്കാതെ ഈ സർക്കാർ. പക്ഷേ ഇപ്പോഴും UDF-നെതിരായി പിണറായി വിജയൻ്റെ നാവായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ പോലും അദ്ദേഹത്തിന് സ്ഥിരതയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് അത്തരത്തിൽ മാധ്യമപ്രവർത്തനോട് ചൂടാകേണ്ടി വന്നത് നമ്മൾ കാണാണ്. യഥാർത്ഥത്തിൽ CPM കഴിഞ്ഞ കുറച്ച് കാലമായി BJP-യുടെ സംഘപരിവാരത്തിൻ്റെ ഒരു ഏജന്റായി മാറുന്നു എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ആനി രാജ എന്ന് പറയുന്ന CPIയുടെ നേതാവ് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്, RSS ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരുപാട് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGP എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത് നമുക്കെല്ലാം അറിയാലോ. അദ്ദേഹം ആരുടെ കീഴിലായിരുന്നു? നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ആരുടെ താല്പര്യം? പിണറായി വിജയൻ്റെ മാത്രമല്ല, നാഗ്പൂരിൻ്റെ താല്പര്യമാണ്, RSSൻ്റെ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു. കേരളത്തിനകത്ത് പല വിഷയത്തിൽ PM ശ്രീ പദ്ധതിയിൽ എന്തിനാണ് ഒളിച്ചു കളിച്ച് ഒപ്പിട്ടത്? അതിൻ്റെ പാലമായി ജോൺ ബ്രിട്ടാസ് നിൽക്കുകയാണ്. അങ്ങനെ CPI ഉൾപ്പെടെയുള്ള മന്ത്രിസഭ പോലും അറിയാതെ ആ PM ശ്രീ പദ്ധതിയിൽ RSSൻ്റെ ആശയം നടപ്പാക്കാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയത് കേരളത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല, CPM-ൻ്റെ പ്രഖ്യാപിതമായ നയം അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോയുടെ നയം കഴിഞ്ഞ SFI സമ്മേളനത്തിൽ ആ വിദ്യാഭ്യാസ രീതി ഇവിടെ നടപ്പാകില്ല കേട്ടോ എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് ആരും അറിയാതെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് അവിടെ പോയി ഒപ്പിട്ടതും. അതെന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഈ നാടിൻ്റെ മുമ്പിലുണ്ട്. കേരളത്തിനകത്ത് അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷത്തെ ഒന്ന് പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ പിണറായി വിജയൻ ഈ പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണല്ലോ. അതിൻ്റെ ഏറ്റവും ഒരു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ആ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ കാഫിറായി ചിത്രീകരിച്ചു. നമ്മൾക്ക് കരുതി ഇത് CPM ആണോ ഇത് RSS ആണോ, അപ്പോൾ രണ്ടിലും മനസ്സിലാകുന്നില്ല. ഷാഫി പറമ്പിലിനെ ശൈലജ ടീച്ചറെ കാഫിറായി ഷാഫി പറമ്പിൽ ചിത്രീകരിച്ചത് വാട്സപ്പ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അത് അവസാനം കണ്ടെത്തിയതാരാ? CPM-ൻ്റെ DYF-യുടെ നേതാവ്
നേതാവിൻ്റെ വാട്സപ്പിൽ നിന്നാണ് അത്തരമൊരു സ്റ്റാറ്റസ് പോയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു തരത്തിൽ ഇവിടെ BJPക്കും സംഘപരിവാറിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറാണ്. തൻ്റെ മകളെയും കുടുംബത്തെയും രക്ഷിക്കാൻ നരേന്ദ്രമോദി കാണിക്കുന്ന ഭീഷണിക്ക് മുമ്പിൽ എല്ലാം വഴിപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തെ RSSന് പാഠം കൊടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്.